മജീദ് സുഹറ ഈ രണ്ട് കുട്ടികളുടെ കഥ പറഞ്ഞ ഒന്നും കൂട്ടിയാൽ രണ്ടല്ല, ഇമ്മിണി വലിയ ഒന്നാണ് അല്ലേ എന്ന് പറഞ്ഞ അന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു കഥ പറച്ചിലുകാരനാണ് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മുടെ നാട്ടില് വീടിന്റെ പുറത്തിറങ്ങിയാൽ കണ്ടുമുട്ടുന്ന സാധാരണക്കാരായ മനുഷ്യന്മാരുണ്ട്. ഈ സാധാരണക്കാരായ മനുഷ്യരാണ് കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. ഇവരുടെയൊക്കെ കഥകളാണ് ആര് പറഞ്ഞത്? ബഷീർ പറഞ്ഞത്. ചെറിയ ചെറിയ കഥകൾ, ചീട്ട് കളിച്ചിരിക്കുന്ന ആൾക്കാര്, ഒറ്റക്കണ്ണൻ പോക്കര്, സൈനബ, മണ്ടൻ മുത്തവ. ഒരാളുടെ പേരാണ് മണ്ടൻ മുത്തവ. ഒറ്റക്കണ്ണൻ പോക്കര്, സൈനബ. അതേപോലെ നാട്ടിലെ ആനകള് ആനപ്പൂട അല്ലേ? ആനപ്പൂടാണ് പേരിൽ ബഷീറിന്റെ ഒരു കഥയുണ്ട്. ആനപ്പൂട എന്നുള്ള പേരിലൊരു കഥയുണ്ട്. ഇങ്ങനെയുള്ള നാട്ടുപുറത്തെ കുഞ്ഞു പാത്തുമ്മ, പെൺകുട്ടികളുണ്ട്. കുഞ്ഞു പാത്തുമ്മ എപ്പോഴും പറയും എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. കേട്ടിട്ടില്ലേ? എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയും. ഏതാന? കുഴിയാനയാണ് അല്ലേ? കുഴിയാനയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലേ? ടീച്ചർ പറഞ്ഞെന്നാണ് പുസ്തകം വായിക്കുന്നത് കേട്ടാ. വായിക്കണം. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. അങ്ങനെ അഭിമാനത്തോടെ പറയണ ആളാ. ഇങ്ങനെയുള്ള നാട്ടുമ്പുറത്തെ ആൾക്കാരുടെ കഥ. ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഐഷുക്കുട്ടി പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഐഷുക്കുട്ടി. അപ്പോ ഐഷുക്കുട്ടി ഒരു മുതിർന്ന സ്ത്രീയാണ്. പഴയ കാലത്ത് ഈ പെണ്ണുങ്ങള് പ്രസവിക്കുമ്പോ അന്നൊക്കെ എവിടെ പ്രസവിക്കുക? വീട്ടിലാണോ ആസ്പത്രിയിലാണോ? ആസ്പത്രിയിലാണ്. പണ്ടങ്ങനെയല്ല, വീട്ടിലാണ് പ്രസവം വീട്ടിലാണ്. അപ്പൊ ഐഷുക്കുട്ടി പ്രസവിക്കാൻ പോകുമ്പോ അപ്പോഴേക്കും ഡോക്ടർമാരൊക്കെ വന്നു തുടങ്ങി, ആസ്പത്രിയൊക്കെ വന്നു തുടങ്ങി. ഐഷുക്കുട്ടിയുടെ നാത്തൂൻ പ്രസവിച്ചപ്പോ ഡോക്ടറെ കൊണ്ടുവന്നു വീട്ടിലേക്ക്. നാത്തൂൻ പ്രസവിച്ചപ്പോ ഡോക്ടറെ കൊണ്ടുവന്നു. ഇപ്പൊ ഐഷുക്കുട്ടിക്ക് 10 മാസം തികഞ്ഞ് പ്രസവിക്കാൻ പോവാണേ. ഐഷുക്കുട്ടി ഒരേ കരച്ചിലാണ്, ഒരേ വാശിയാണ്. ഡോക്ടർ വന്നാലേ പ്രസവിക്കൂ എന്ന് വാശി പിടിച്ച് കിടക്കാൻ. ഡോക്ടർ വന്നാലേ പ്രസവിക്കൂ. മസിൽ പിടിച്ചിരിക്കുകയാണ് ഐഷുക്കുട്ടി പ്രസവിക്കാതെ. അപ്പൊ ഭർത്താവ് പാവം, അയാളുടെ പൈസയൊന്നുമില്ല. അയാള് ഭാര്യയോട് പറയണ്ടോ, ഒന്ന് മസിലൊന്ന് അയച്ചു വിടും മോളെ, നീ പ്രസവിക്കും. ഐഷുക്കുട്ടി ഇങ്ങനെ മുറുക്കിയിരിക്കാണ്, ഒരേ വാശി. നാത്തൂൻ പ്രസവിച്ചപ്പോ ഡോക്ടറെ കൊണ്ടുവന്നു. ഞാൻ വരുമ്പോഴും ഡോക്ടറെ കൊണ്ടിരുന്ന വാശിയാണ്. അങ്ങനെ അവസാനം ഇല്ലാത്ത പൈസയ്ക്ക് എവിടുന്നോ ഉണ്ടാക്കി ഐഷുക്കുട്ടിയുടെ ഭർത്താവ് ഡോക്ടറെ കൊണ്ടുവന്നു. കാറ് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ വീടിന്റെ മുന്നില് കാറ് നിർത്തി ഡോറിട്ട് തുറന്ന്, വാതിലൊക്കെ കാറിന്റെ ഡോറിൽ തുറന്ന് സൗണ്ട് കേട്ടു. ആര് കേട്ടു? ഐഷുക്കുട്ടി കേട്ടു. ഡോക്ടർ വന്നു എന്ന് മനസ്സിലായി. ആരോ പറഞ്ഞു ഡോക്ടർ വന്നു എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടതും ഐഷുക്കുട്ടിക്ക് പിന്നെ മസിലൊന്നും പിടിച്ചേക്കാൻ പറ്റിയില്ല. ഐഷുക്കുട്ടി ടും പറഞ്ഞാൽ പ്രസവിച്ചു. അല്ലേ? ഐഷുക്കുട്ടി ടും എന്ന് പറഞ്ഞ് പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞു. ഡോക്ടർ പഠിക്കലേ എത്തിയതേല്ലോ. ഐഷുക്കുട്ടി പ്രസവിച്ചു. അതിനുശേഷം ഐഷുക്കുട്ടിയെ കാണുമ്പോഴൊക്കെ നാട്ടിലെ കുട്ടികൾ, നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഐഷുക്കുട്ടി കരയണ പോലെ കരയും. ഐഷുക്കുട്ടിയെ ദൂരെ കണ്ടാൽ മതി. നാട്ടിലെ കുഞ്ഞുങ്ങൾ, നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഐഷുക്കുട്ടിയെ കളിയാക്കിയിട്ട് ഇങ്ങനെ കരയും. ഐഷുക്കുട്ടി അന്നും കരഞ്ഞ പോലെ ഡോക്ടറെ കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ട് കരയും. ഐഷുക്കുട്ടി കരഞ്ഞ പോലെ. പക്ഷെ ഐഷുക്കുട്ടിക്ക് അതിന് യാതൊരു ഊസലുമില്ല. ഐഷുക്കുട്ടി നെഞ്ചു വിരിച്ച അഭിമാനത്തോടെ പറയും, എന്നാലും ഞാൻ പെറ്റപ്പയും ദാക്കുതരെ കൊണ്ടുവന്നൂലോ, എന്നാലും ഞാൻ പെറ്റപ്പയും ദാക്കുതരെ കൊണ്ടുവന്നൂലോ.
ഇങ്ങനെയുള്ള കൊച്ചു 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 കഥകൾ, കുഞ്ഞി 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 കഥകൾ പറഞ്ഞ് നമ്മളെ രസിപ്പിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയ്ക്ക് ഒരു ആടുണ്ടായി. പാത്തുമ്മ ഓമനിച്ച് വളർത്തുന്ന ആട് അല്ലേ? ആടെല്ലാം തിന്നും. ആട് ചെറുക്കന്മാരുടെ പോക്കറ്റിൽ കിടക്കണം. ഉണ്ണിയപ്പം തിന്നാൻ വേണ്ടിയിട്ട് പോക്കറ്റ് അടക്കം കടിച്ചു തിന്നും. പോക്കറ്റ് കിടക്കുന്ന അപ്പം തിന്നാൻ വേണ്ടിയിട്ട് പോക്കറ്റ് അടക്കം കടിച്ചു തിന്നും കുട്ടിയോട്. ഈ പാത്തുമ്മയുടെ ആടിന്റെ അവരുടെ ബന്ധം പറയുന്ന കഥയാണ് ഏത്? പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട്. ഇങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള കുറേ കഥകൾ പറഞ്ഞ് നമ്മളെ രസിപ്പിച്ച് കടന്നുപോയ കഥാകൃത്താണ് ബഷീർ. ഒരു കാര്യം കൂടി പറയട്ടെ, അദ്ദേഹം ഉപയോഗിച്ച അദ്ദേഹം പറഞ്ഞ ഭാഷയുണ്ടല്ലോ, കഥ പറഞ്ഞ ഭാഷ നമ്മൾ വീട്ടിൽ വർത്താനം പറയുന്ന ഭാഷയാണ്. വീട്ടിൽ വർത്താനം പറയണം. ഒരു കഥയുടെ പേര് ബഷീറിന്റെ ഒരു കഥയുടെ പേരാണ് കഥ. അങ്ങനെ ഒരു കഥ ഉണ്ടാവും. എന്താവും ഈ ൊരു കഥയുടെ മുമ്പ് പറയാം. അതെന്താ ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മള് പിന്നെ വായിച്ചു നോക്കിക്കോ. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അവിടെ പോലീസ് സ്റ്റേഷനില് പോലീസുകാരുടെ കഥ, പോലീസ് നായ, ടൈഗർ എന്ന് പറഞ്ഞൊരു കഥയാണ്. ടൈഗർ പോലീസ് നായയുടെ കഥയാണ്. ഭീകരനായിട്ടുള്ള ഒരു പോലീസ് നായയുടെ കഥയാണ് ടൈഗർ. അങ്ങനെ രസമുള്ള കഥകള് നല്ല നമുക്ക് വായിച്ചാൽ തിരിയണം. മലയാളത്തില് അങ്ങനെ പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ടാക്കും. ഹുന്ത്രാപ്പി ബുസാട്ടോ എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? ഹുന്ത്രാപ്പി ബുസാട്ടോ എന്ന് പറഞ്ഞാൽ അറിയാം? ഹുന്ത്രാപ്പി ബുസാട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. ബഷീറിനും അറിയില്ല എന്താണ്. ബഷീറിനും അറിയില്ല ഹുന്ത്രാപ്പി ബുസാട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ അങ്ങനെ വർത്തമാനം പറയുന്ന ഭാഷയിൽ പോക്കറ്റടിക്കാരുടെ കഥ. ഒരിക്കൽ നേപ്പാൾ പോയപ്പോ പോക്കറ്റിലുള്ള പൈസയ്ക്കൊന്നും കാണാനില്ല, പോക്കറ്റ് അടിച്ചു. ആ പോക്കറ്റടിക്കാരനെ പറ്റി എഴുതിയ കഥയാണ് ഒരു മനുഷ്യൻ. അപ്പൊ ഇങ്ങനെ നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ രസിപ്പിച്ച് കടന്നുപോയ ഈ എഴുത്തുകാരനെ നമ്മൾ ഓർമ്മിക്കണ്ടേ? ആ ദിവസമാണ് അദ്ദേഹം മരിച്ച ദിവസമാണ് കേട്ടോ. അദ്ദേഹം മരിച്ച ദിവസം. അദ്ദേഹം ജീവിച്ച കാലത്ത് അദ്ദേഹം ജനിച്ചത് എവിടെയെന്ന് അറിയോ നിങ്ങൾക്ക്? ബഷീർ ജനിച്ചത് എറണാകുളത്തിനടുത്ത് വൈക്കം പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തു. കോഴിക്കോട്ട് പോയി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. കോഴിക്കോട്ട് പോയി ഉപ്പു സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത് ജയിലിലൊക്കെ കിടന്നു. സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ജയിലിലൊക്കെ കിടന്നു. അതിനുശേഷം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. പല പല ജോലി ചെയ്തു. അങ്ങനെ മന്ത്രവാദിയായിട്ട്, പാമ്പാട്ടിയായിട്ട്, സന്യാസിയായിട്ട് ഒക്കെ ജീവിച്ചിട്ടുണ്ട്. പല 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 സ്ഥലങ്ങളിൽ ലോകം മുഴുവൻ, ആഫ്രിക്കയിൽ വരെ പോയി എന്നാ പറയുന്നത്. ഹിമാലയത്തില് ഒക്കെ ചുറ്റി സഞ്ചരിച്ച് ഒരു 10-35 വയസ്സായപ്പോ തിരിച്ചുകിട്ട് വന്നു കേരളത്തില്. തിരിച്ചു വന്നിട്ട് കോഴിക്കോട്ട് നിന്ന് ഒരു കല്യാണം കഴിച്ചു. ബേപ്പൂരിൽ നിന്ന് ഒരു കല്യാണം കഴിച്ച് ബേപ്പൂർ സുൽത്താൻ എന്നാണ് പിന്നീട് അറിയപ്പെട്ടത് അല്ലേ? കേട്ടിട്ടില്ലേ? ബേപ്പൂരാണ് മുമ്പിൽ പിന്നെ താമസിച്ചത്. ബേപ്പൂർ സുൽത്താൻ ആയിട്ട് അവിടെ ജീവിച്ചു. അപ്പോഴാണ് ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നിട്ട് താൻ കണ്ട ലോകത്തെ പറ്റി, അവിടുത്തെ മനുഷ്യരെ പറ്റിയൊക്കെയുള്ള കഥകള് മൂപ്പര് എഴുതിയിട്ടാക്കി. ഒരു 10-35 വയസ്സ് വരെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു വന്നു. തിരിച്ച് നാട്ടിലെത്തിയിട്ട് കോഴിക്കോട്ട് താമസിച്ച് കല്യാണം കഴിച്ച് താമസിച്ച് കഥ പറയാൻ തുടങ്ങി. നമ്മളെയൊക്കെ രസിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം മരിച്ച ദിവസമാണ് ഇന്ന് അല്ലേ? ഇന്ന്. അപ്പൊ നിങ്ങള് ബഷീറിന്റെ കഥകളൊക്കെ വായിക്കണം കേട്ടോ. ബഷീറിന്റെ മാത്രം വായിച്ചാൽ പോരാ, കയ്യിൽ കിട്ടുന്ന കഥകളൊക്കെ വായിക്കണം. കഥകൾ മാത്രം വായിച്ചാൽ മതിയാ?
പോരാ അല്ലെ? പാട്ടുകൾ വായിക്കണം, കവിത വായിക്കണം, പത്രം വായിക്കണം അല്ലെ? കയ്യിൽ കിട്ടുന്നതൊക്കെ നിങ്ങള് വായിക്കണം. വായിക്കോ? 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 അങ്ങനെ പറ. ആ വായിക്കാൻ നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടോ? എവിടെ ഉണ്ട് പുസ്തകം? എവിടെ കിട്ടും പുസ്തകം? കടയിൽ കിട്ടോ? ആ, കടയിൽ മാത്രമേ പുസ്തകമുള്ളൂ? സ്കൂളുണ്ട്. സ്കൂളിൽ ലൈബ്രറി ഇല്ലേ? ലൈബ്രറി ഉണ്ടോ? ഉണ്ടോ? സംശയാണോ? ഉണ്ടേന്ന് പറ. ആ, ലൈബ്രറിയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ഇല്ല. പോണം. ആ ബുക്ക് നിങ്ങൾ ലൈബ്രറി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. നിങ്ങൾ ലൈബ്രറിയിൽ പോണ്ട, ലൈബ്രറി നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. ടീച്ചർമാർ പുസ്തകം തരാറില്ലേ? ലൈബ്രറിയിലെ പുസ്തകമല്ലേ തരുന്നേ? ആ, അപ്പൊ അത് വായിക്കാട്ടാ. അതൊക്കെ വായിച്ച് നല്ല മിടുക്കന്മാരായിട്ട് 5ാം ക്ലാസ്സിലേക്ക് എത്തണം. ഓക്കെ, ഞാൻ നിർത്തട്ടെ?